ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ റമളാൻ വ്ളോഗ്സ്. ഇന്ന് നേരെ ഉച്ച മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ്. രാവിലെ ഉള്ളതൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ ചെറിയൊരു വ്ളോഗാണിത്. ആദ്യം തന്നെ സ്നാക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റേതായ സ്വന്തം ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കൊതുക് കടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഈ കൊതുക് തിരി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടി ഒരു വല്ലായ്മയുണ്ട്. ഇവിടെ മഴ, വെയിൽ, ചൂട് അങ്ങനെ ഒന്നുമില്ല. എല്ലാ സമയത്തും കൊതുകാണ്. ഭയങ്കര കൊതുക് ശല്യമാണ് ഇവിടെ. നല്ല ചൂടാണ്, പക്ഷെ കൊതുകിനൊന്നും ഒരു കുറവുമില്ല. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പി. ഇതിപ്പോൾ നമ്മൾ ബാറ്ററി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയതാ. അപ്പോൾ അവരുടെ കളി കണ്ടപ്പോൾ ഒന്ന് കണ്ടു നിൽക്കാൻ തോന്നി. മീൻ പിടിക്കുകയാണ് അത്ര രണ്ടാളും കൂടി. ആദ്യം പിടിച്ച മീൻ അനിയന് കൊടുത്തിട്ടുണ്ട്. അനിയനത് പച്ചക്ക് തന്നെ തിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പിടിക്കാൻ പോകുന്നത് ചിക്കനാണത്ര. അവർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടതാണ്. ചിക്കൻ ഉമ്മാക്ക് കറി വെക്കാൻ കൊടുക്കാനാണത്ര. അങ്ങനെ രണ്ടാളും കൂടി ചിക്കൻ പിടിക്കുകയാണിപ്പോൾ. മീൻ പിടിക്കുന്നത് പോലെ ചിക്കനും ഇതേപോലെ പിടിക്കാമെന്നാണ് രണ്ടാളുടെയും വിചാരം. എന്തായാലും അതിൻ്റെ ഇടയിൽ ഉമ്മാനെ ഓർത്തല്ലോ. ഇനി അവരുടെ കളി അവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അവരുടെ കളിയും തമാശയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ. ദോശ ചുട്ടിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ് വെച്ച് ഒരു പീസ് ചീസും കൂടി വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇതുപോലെ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ആകെ ഫില്ലിങ് റെഡിയാക്കുന്ന ഒരു ചെറിയൊരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്. നമുക്ക് വേഗത്തിൽ നോമ്പ് തുറക്കുമ്പോഴേക്ക് കുറച്ച് സമയമായി പോയി കഴിഞ്ഞാലും ഇതാവുമ്പോൾ വേഗത്തിലാക്കിയെടുക്കാം. സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാനായിട്ടുണ്ട്. ജ്യൂസ്, ഷേക്കൊക്കെ ആദ്യം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അകത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് നല്ലോണം ഇഷ്ടമായി. എന്തായാലും മയോണൈസ് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിതിന് മയോണൈസും കൂടി ചേർത്തിട്ടുണ്ട്, വീബയുടെ. അപ്പോൾ അതുകൂടി ആയപ്പോൾ പിള്ളേർക്ക് നല്ലോണം ഇഷ്ടമായി. ചിക്കൻ കുറച്ച് ബാക്കിയുള്ളതൊരു സ്പെഷ്യൽ കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അതിനുള്ള സാധനം ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നില്ല. പിന്നെ അത് വാങ്ങാനായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. ഏതായാലും കുറച്ച് പേരല്ലേ ഉള്ളൂ, വേഗത്തിലൊരു ബിരിയാണി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫ്രൈഡേയും കൂടിയാണല്ലോ. അങ്ങനെ ബിരിയാണിയുടെ പരിപാടി വേഗത്തിൽ തുടങ്ങി. നിസ്കാരമൊക്കെ കഴിഞ്ഞു വേഗത്തിൽ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി നിന്നു. ഫ്രൈ ചെയ്ത് ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഇതെനിക്ക് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് കിട്ടിയ പണിയാണിത്. ഇന്നലെ വേറൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇതാണിത്. പോളയാക്കുന്നതിനിടയിൽ അതിൻ്റെ സൈഡ് മെല്ലെ ഒന്ന് തട്ടിയതാണ്. അപ്പോൾ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് നോക്കുമ്പോഴേക്കും അത് പൊങ്ങി. ഇന്ന് കുറച്ച് പുകച്ചലൊക്കെ ഉണ്ടത്. ഇന്നിപ്പോൾ ആ കടി ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ട് എണ്ണ തെറിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും അതിൻ്റെ ഒരു ഡാർക്ക്, ഒരു ചെറിയൊരു ഇതൊക്കെ കാണാം. നോമ്പ് കഴിയുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഇതുപോലെ പണികളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നോമ്പിൽ നമുക്ക് വറക്കലും പൊരിക്കലൊക്കെ കുറച്ച് അധികമായിരിക്കുമല്ലോ. എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മാനെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ വരുവേ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. എന്നിട്ട് ഉമ്മാക്ക് സർപ്രൈസാണ്, വാപ്പാക്ക് സർപ്രൈസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് വരുന്നത്. ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇശാവും തറാവിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കണം. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ച സാധനം ഇല്ലാതിരുന്നപ്പോൾ എന്താ ആക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പിൻ്റെ സമയത്ത് ബിരിയാണി വെക്കൽ കുറവാണ്. പ്രത്യേകിച്ച് ചൂടുവാണല്ലോ, ദാഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസവും നല്ല രീതിയിൽ കഴിഞ്ഞു. നല്ല രീതിയിൽ നോമ്പ് തുറയും കഴിഞ്ഞു, ഫുഡും കഴിഞ്ഞു. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേഗത്തിൽ പോയിട്ട് ഉറങ്ങണം. എൻ്റെ വ്ളോഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, എന്നാൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.